ഹായ് ഫ്രണ്ട്സ്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്തു വരുന്നത്. അതിൽ KVL, KCL വെച്ചിട്ടുള്ള മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ്, അതുപോലെ നോർട്ടൺസ് തിയറും തെവനിൻസ് തിയറും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ബാക്കിയുള്ള ഇതുവരെ നമ്മൾ ചെയ്ത അനാലിസിസിലെല്ലാം നമ്മളൊരു സർക്യൂട്ടിലുള്ള എലമെൻറ്റിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യൂസ് ചെയ്യുന്നത് അതിലൂടെയുള്ള പവർ ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു മാക്സിമം പവർ കിട്ടുന്നത് എത്രയാണ്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം പവർ എത്രയാണ്, ആ ഒരു പവർ വരുന്നത് ഏത് കണ്ടീഷനിലാണ്, ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 4 റെസിസ്റ്റർ ഉണ്ട്. അതിൽ ഈ ഒരു റെസിസ്റ്ററിനെയാണ് നമ്മൾ ലോഡ് റെസിസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള റെസിസ്റ്റർ നമ്മൾ വാല്യൂസ് എടുക്കുകയാണെങ്കിൽ ഒരു 10 ഓംസ്, ഒരു 25 ഓംസ്, ഒരു 40 ഓംസ്, ആ 3 വാല്യൂസുള്ള റെസിസ്റ്റേഴ്സാണ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം പവർ ഈ ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കണ്ടീഷൻ, ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ബാക്കിയുള്ള ഈ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസിന് ഈക്വൽ ആകുമ്പോഴാണ് ഇതിൽ കൂടി മാക്സിമം കറണ്ട് സോഴ്സിൽ നിന്നും ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അതായത് ആ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തെവനിൻ ഇക്വലൻ്റ് അല്ലെങ്കിൽ നോർട്ടൺ ഇക്വലൻ്റ്. തെവനിൻ ഇക്വലൻ്റ് ആണെങ്കിലും നോർട്ടൺ ഇക്വലൻ്റ് ആണെങ്കിലും സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു തെവനിൻ ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് ഈക്വലായിട്ട് ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വരുമ്പോഴാണ് ഇതിൽ കൂടി മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇതാണെന്നുണ്ടെങ്കിൽ RL = R തെവനിൻ അല്ലെങ്കിൽ RTH, ഈ ഒരു കണ്ടീഷനിലായിക്കോളും ഇതിനകത്ത് കൂടെയുള്ള മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന മാക്സിമം പവർ, ആ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ Pmax = VTH² / 4 × RTH. അതായത് തെവനിൻ വോൾട്ടേജ് സ്ക്വയർ / 4 × തെവനിൻ റെസിസ്റ്റൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലോ ചെയ്യുന്ന മാക്സിമം പവർ എത്രയാണെന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന മാക്സിമം പവർ എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് RL = RH ആണ് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ RH എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തെവനിൻസ് തിയറം ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു RHും അതുപോലെ തന്നെ RTH ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ RTH കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. RTH കാൽക്കുലേറ്റ് ചെയ്യണം. RTH കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോഡ് റെസിസ്റ്റൻസിനെ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്ത് ഏതെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 0 ആക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അത്തരത്തിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഉള്ളത് 20 വോൾട്ട് ഒരു വോൾട്ടേജ് സോഴ്സാണ്. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടും അതുപോലെ ഈ ഒരു ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ടും നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ റീഡ്രോ ചെയ്യണം. അത് റീഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ലോഡ് റെസിസ്റ്റൻസിനെ നമ്മൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, സെക്കൻഡ് റെസിസ്റ്റർ ഉണ്ട്, തേർഡ് റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ ലോഡ് റെസിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്നുമില്ല. ബാക്കിയുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10ഉം 25ഉം 40ഉമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ RTH എന്ന് പറയുന്നത്. ആ ഒരു RTH RLന് ഈക്വൽ ആകുമ്പോഴായിരിക്കും ഇതിനകത്ത് കൂടി മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ RTH കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു കറണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്ത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത് സ്പ്ലിറ്റ് ആവും.
സ്പ്ലിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ രണ്ട് റെസിസ്റ്റൻസും പാരലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു 25 റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടായിക്കോളൂ കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 10 പാരലൽ ടു 40, 10 പാരലൽ ടു 40 പ്ലസ് സീരീസ് ആയതുകൊണ്ട് നമുക്കതിനെ ആഡ് ചെയ്യാം 25. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 × 40 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 40 പ്ലസ് 25 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 400 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. അതിൻ്റെ ആൻസർ 8 8 പ്ലസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 33. അപ്പോൾ ഈ 33 ഓംസ് ആണ് നമ്മുടെ തെവനിൻ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ പ്രകാരം ഈ ഒരു ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 33 ഓംസ് ആയിരിക്കുമ്പോഴായിരിക്കുള്ളൂ ഇതിനകത്ത് ഈ ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്നും മാക്സിമം കറണ്ട് നമ്മുടെ റെസിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള മാക്സിമം പവർ ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു. അത് RL=RTH വരുമ്പോഴാണ്. അപ്പോൾ ഒരു RTHൻ്റെ വാല്യൂ അല്ലെങ്കിൽ RLൻ്റെ വാല്യൂ ആണെന്ന് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ കൂടെയുള്ള മാക്സിമം പവർ എത്രയാണെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് VTH കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ VTH കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തെവനിൻസ് തിയറം ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ ഇതിനകത്തുള്ള നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ വോൾട്ടേജ് സോഴ്സ് നമുക്ക് ആകെ ഒരൊറ്റ സോഴ്സേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ റീഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 20 വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 20 വോൾട്ട്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, രണ്ടാമത്തെ റെസിസ്റ്റർ ഉണ്ട്, 25 ഓംസിൻ്റെ മൂന്നാമത്തെ റെസിസ്റ്റർ ഉണ്ട്. ലോഡ് റെസിസ്റ്റൻസിന് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ 40 ആണ്, ഇത് 10 ആണ്, അതുപോലെ ഇത് 25 ആണ്. ഇനി VTH എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന്, അതായത് നമ്മുടെ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കുള്ളൂ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് എത്രയാണോ അത് തന്നെ ആയിക്കോളൂ ഈ രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ഒരു 40 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു മെഷ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു മെഷ് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്കൊന്നല്ലെങ്കിൽ മെഷ് അനാലിസിസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ KVL KCL ഏത് മെത്തേഡാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ VTH കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവൈഡർ റൂളാണ്. കാരണം അതാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ടാണ്. 20 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു 40 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 പ്ലസ് 40 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 50. 40 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോഴത്തേക്കും 0.8 ആണ് വാല്യൂ. അപ്പോൾ 20 ഇൻറ്റു 0.8 വിച്ച് ഈസ് ഈക്വൽ ടു 16 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ RTHൻ്റെ വാല്യൂ അറിയാം, VTHൻ്റെ വാല്യൂ അറിയാം. ഇനി നമുക്ക് മാക്സിമം പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, VTH² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു RTH എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Tmax ഇസ് ഈക്വൽ ടു VTH എന്ന് പറയുന്നത് 16 ആണ്, 16 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു RTHൻ്റെ വാല്യൂ എന്നിട്ടുണ്ടായിരുന്നത് 33 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 1.9 വാട്ട്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മാക്സിമം പവർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തെവനിൻ റെസിസ്റ്റൻസിന് ഈക്വൽ ആകുന്നുള്ളത്. അതുപോലെ മാക്സിമം പവറിൻ്റെ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് VTH² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു RTH എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെയ്ത കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.